ഈ കേസ് കോടതിയിൽ എത്തിച്ചത് മറ്റാരോ ആണെന്ന്. രാജീവ് എന്ത് പറയുന്നു? ഒന്നാലോചിച്ചാ എന്റെ സംശയത്തിന് അടിസ്ഥാനമില്ലേ? അനിരുദ്ധന്റെ മരണം ക്ലീനായ ഒരു കൊലപാതകമാണ്. അവന്തിക തന്നെയാണ് ചെയ്യുന്നുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ആ കേസില് നിങ്ങളാണ് വാദി. അനിരുദ്ധന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗോകുലിന്റെ സംശയം ശരിയായിരിക്കാം. പക്ഷേ ആളുകൾ തമ്മിലുള്ള ബന്ധം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. ഈ അനിരുദ്ധനും സൂദൻ മേനോനും തമ്മിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം ഒരു ബന്ധമുണ്ടെങ്കിൽ, അല്ല, ഈ കേസിൽ നമ്മൾ സൂദൻ മേനോന്റെ വെയർഅബൌട്ട്സ് എന്തിനാ സെർച്ച് ചെയ്യുന്നത്? അയാള് ആരാണെന്നുള്ളതല്ലോ ഈ കേസിലെ പ്രധാന പ്രശ്നം. അവന്തിക കുറ്റവാളിയാണോ എന്നുള്ളതല്ലേ. എന്തായാലും സൂദൻ മേനോന് കോടതിയിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അയാൾ വരുമ്പോ ബാക്കി അയാളോട് ചോദിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? സർവ്വ തെളിവുകളും അവന്തിക്കെതിരാ. ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ റിപ്പോർട്ടിലെ അനിരുദ്ധന്റെ കൈപ്പത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ അവന്തികയുടെ തോക്കിലെ ബുള്ളറ്റും ഒന്നാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ അവന്തിക കുറ്റവാളിയാണെന്ന് എനിക്കൊരു സംശയവും. പക്ഷെ എളുപ്പം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ആളിയെ ഈ കേസുമായി കോടതിയിലേക്ക് പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഡിഫൻസ് ലോയർ അഡ്വക്കേറ്റ് റാംമോഹൻ ആണെന്നാ കേട്ടത്. അയാളാണോ? വളരെ ബ്രില്യന്റ് ആയ ലോയർ അദ്ദേഹം. ഏറ്റെടുത്ത കേസുകളെല്ലാം ജയിപ്പിച്ച് മാത്രം ശീലമുള്ള അഡ്വക്കേറ്റ് റാംമോഹൻ. അദ്ദേഹം ഈ കേസിലെ ഡിഫൻസ് ഭാഗത്ത് വരുമ്പോ അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ? അതാണ് എന്റെ ആശങ്ക. കേസ് ജയിക്കാൻ അയാൾ ഏത് അറ്റം വരെയും പോകും. സാക്ഷികളെയും തെളിവുകളെയും എല്ലാം കൃത്രിമമായിട്ടുണ്ടാക്കും. സത്യങ്ങളെല്ലാം വളച്ചൊടിച്ച് തനിക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനുള്ള അയാളെ മിടുക്കുകളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങള് പോലീസുകാർ അയാളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡെവിൾസ് അഡ്വക്കേറ്റ്. അയാളെ പോലൊരാൾ എതിർസ്ഥാനത്ത് വരുന്നതാണ് എന്റെ സന്തോഷം. രാജീവേ, ഈ കേസ് ഫ്രെയിം ചെയ്ത ആരായാലും അവർ നിസ്സാരക്കാരല്ല. ഓരോ സാഹചര്യ തെളിവുകളും അടുത്ത തെളിവുമായി കൃത്യമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കണ്ണി പോലും എവിടെയും പൊട്ടിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ടും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം അവന്തികയിലേക്ക് തന്നെ വിരലിച്ചു കൊണ്ടുന്നത്. ഇനി ഏത് റാംമോഹൻ വന്നാലും നിയമത്തിന്റെ മുൻപിൽ വാചക കസത്തുകൾക്ക് ആയുസ് കുറവാ. തെളിവുകളാ സംസാരിക്കേണ്ടത്. അവന്തിയുടെ കേസ് ഫയൽ ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ സൂദൻ മേനോൻ ആരാണെന്നുള്ളതാണ് അളിയന്റെ സംശയം. അത് തന്നെയാ എന്റെ സംശയം. സത്യത്തിൽ അയാൾ ആരാ? എന്തായാലും മരിച്ചുപോയ അനിരുദ്ധനോട് സ്നേഹമുള്ള ആളാണെന്നുള്ളത് വ്യക്തം. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ തെളിവുകളാ ഈ കേസില് പ്രോസിക്യൂഷന്റെ കയ്യിലുള്ളത്. സത്യം ജയിക്കും. കുറ്റവാളി ശിക്ഷിക്കപ്പെടും, അതെനിക്ക് ഉറപ്പാ. ഈ സുഗതൻ മേനോൻ അതിനൊരു നിമിത്തം മാത്രം.